Let's start learning English. നമ്മൾ 16th ക്ലാസ് എത്തി. 16th ക്ലാസ്, 16ാമത്തെ ക്ലാസ്. ഒരിക്കലും 60 എന്ന വാക്കും 16 എന്ന വാക്കും മിക്സായി പോകരുത്. 16 എന്ന് പറയണമെങ്കിൽ ടീൻ എന്നാണ് അവസാനം. ടീൻ. 60 എന്ന് പറയണമെങ്കിൽ ടി. ഓക്കെ, 60, 16, 60, 60, 16, 16. ഓക്കെ, അപ്പം നമ്മളിപ്പോഴും എത്തി നിൽക്കുന്നത് 16th ക്ലാസ് ആണ്. ഓക്കെ, അപ്പം എല്ലാവരും ഫസ്റ്റ് അറ്റൻഡൻസ് ഇട്ടോളൂ. 1 എന്ന് എഴുതി പേരെഴുതുക. ഓക്കെ, പേരെഴുതിയല്ലോ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന വാക്കുകൾ ഓരോന്നും ഇംഗ്ലീഷ് വേർഡ് പറയും, എന്നിട്ട് അതിൻ്റെ അർത്ഥം പറയും. ടീച്ചറുടെ ഒപ്പം തന്നെ പറയണേ. ഏതെങ്കിലും കിട്ടാതെ ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യണം. ഓക്കെ, റെഡി? 1, 2, 3, സ്റ്റാർട്ട്. റൺ, ഓടുക. ജംപ്, ചാടുക. ഈറ്റ്, തിന്നുക. ബ്രഷ്, പല്ല് തേക്കുക. റീഡ്, വായിക്കുക. ഡ്രിങ്ക്, കുടിക്കുക. വാഷ്, കഴുകുക. പ്ലേ, കളിക്കുക. സിറ്റ്, ഇരിക്കുക. വാക്ക്, നടക്കുക. ഗോ, പോകുക. കം, വരിക. ക്ലൈം, കയറുക. ഫ്ലൈ, പറക്കുക. സ്വിം, നീന്തുക. ടേർ, കീറുക. കുക്ക്, പാചകം ചെയ്യുക. കട്ട്, മുറിക്കുക. റൈറ്റ്, എഴുതുക. ലേൺ, പഠിക്കുക. സ്റ്റാൻഡ്, നിൽക്കുക. സ്ലീപ്പ്, ഉറങ്ങുക. ഡാൻസ്, നൃത്തം ചെയ്യുക. സിംഗ്, പാട്ട് പാടുക. സിംഗ്, പാടുക. ഓക്കെ, പാട്ട് എന്നുള്ളത് സോങ്. സിംഗ് എ സോങ്, പാട്ട് പാടുക. സിംഗ്, പാടുക. പ്രേ, പ്രാർത്ഥിക്കുക. ഡ്രോ, വരക്കുക. വെയർ, ധരിക്കുക. പുട്ട്, ഇടുക. ടേക്ക്, എടുക്കുക. സീ, കാണുക. വാച്ച്, കാണുക, വീക്ഷിക്കുക. ഗ്രോ, വളരുക, വളർത്തുക. കോം, ചീകുക. ഓക്കെ അല്ലേ? ടീച്ചറോടൊപ്പം എത്തിയോ പറഞ്ഞിട്ട്? ഇടയിൽ ടീച്ചർ സിംഗ് പറയുമ്പോൾ പാട്ട് പാടുക എന്നൊക്കെ പറഞ്ഞ് ഫുള്ള് ഇടയിൽ കുളമാക്കി അല്ലേ? അപ്പം നമുക്ക് ഒന്നുകൂടെ പറഞ്ഞു നോക്കിയാലോ? പ്രാക്ടീസ് മേക്സ് എ പേഴ്സൺ പെർഫെക്റ്റ്. ഓക്കെ, അങ്ങനെ പറയാം. പക്ഷെ ആരും പെർഫെക്റ്റ് ഒന്നും ആവില്ല. പക്ഷെ പെർഫെക്റ്റിനോട് അടുത്തടുത്ത് പോകാം അല്ലേ? അപ്പം നമുക്ക് ഒന്നുകൂടെ നോക്കാം. റെഡി? 1, 2, 3, സ്റ്റാർട്ട്. റൺ, ഓടുക. എല്ലാവരും ആക്ഷൻ കാണിക്കാൻ ശ്രമിക്കൂ. ആക്ഷൻ കാണിച്ചുകൊണ്ട് പറഞ്ഞു നോക്കൂ. അർത്ഥം പറയുമ്പോഴേ ആക്ഷൻ കാണിച്ചാൽ മതി. റൺ എന്ന് പറയുമ്പോൾ ആക്ഷൻ കാണിക്കണ്ട കേട്ടോ. ഓക്കെ, അതിൻ്റെ അർത്ഥം പറയുമ്പോൾ ആക്ഷൻ. റൺ, ഓടുക. ജംപ്, ചാടുക. ഈറ്റ്, തിന്നുക. ബ്രഷ്, പല്ല് തേക്കുക. റീഡ്, വായിക്കുക. ഡ്രിങ്ക്, കുടിക്കുക. വാഷ്, കഴുകുക. പ്ലേ, കളിക്കുക. സിറ്റ്, ഇരിക്കുക. വാക്ക്, നടക്കുക. ഗോ, പോകുക. കം, വരിക. ക്ലൈം, കയറുക. ഫ്ലൈ, പറക്കുക. സ്വിം, നീന്തുക. ടേർ, കീറുക. കുക്ക്, പാചകം ചെയ്യുക. കട്ട്, മുറിക്കുക. റൈറ്റ്, എഴുതുക. ലേൺ, പഠിക്കുക. സ്റ്റാൻഡ്, നിൽക്കുക. സ്ലീപ്പ്, ഉറങ്ങുക. ഡാൻസ്, നൃത്തം ചെയ്യുക. സിംഗ്, പാടുക. പ്രേ, പ്രാർത്ഥിക്കുക. ഡ്രോ, വരയ്ക്കുക. വെയർ, ധരിക്കുക. പുട്ട്, ഇടുക. ടേക്ക്, എടുക്കുക. സീ, കാണുക. വാച്ച്, കാണുക, വീക്ഷിക്കുക. ഗ്രോ, വളരുക, വളർത്തുക. കോം, ചീകുക. ഓക്കെ അല്ലേ? ഇപ്രാവശ്യം ടീച്ചറും ഓക്കെ ആയി. നേരത്തെ മക്കൾ നേരത്തെ ഓക്കെ ആയി. ഇപ്പം ടീച്ചർ ഇപ്പോഴും ഓക്കെ ആയി അല്ലേ? നേരത്തെ ടീച്ചർ സിംഗ് എന്ന് പറയുമ്പോൾ പാട്ട് പാടുക എന്ന് പറഞ്ഞു അല്ലേ? തല്ല് കൊള്ളണം. അപ്പോഴോക്കെ അല്ലേ? നമുക്ക് പുതിയ വാക്കിലേക്ക് പോകാം. എല്ലാവരും ഒന്നാമത്തെ അറ്റൻഡൻസ് ഇട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ആദ്യത്തെ വാക്ക് എന്താണ്? ബീറ്റ്.
BEAT, ബീറ്റ്, അടിക്കുക. അടിക്കുക എന്ന് പറയുമ്പം തല്ലുക എന്നുള്ളൊരു അർത്ഥം മാത്രമേ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുള്ളൂ. അല്ലാത്ത അടിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് അല്ലേ. മ്യൂസിക്കിൽ നമ്മൾ ബീറ്റിംഗ് ഉണ്ട് അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ഹൃദയം, ഹേർട്ട് അല്ല കേട്ടോ. പലരും ഹാർട്ടിന് ഹേർട്ട് എന്നാ പറയുക. ഹേർട്ട് എന്ന് പറയുമ്പോൾ മുറിവേൽപ്പിക്കുക എന്നുള്ള ആക്ഷൻ വേർഡാണ് വരിക. ഹാർട്ടാണ് ഹാർട്ട് ബീറ്റ്. ആ ഹാർട്ട് ബീറ്റ്സ്, നമ്മുടെ ഹൃദയം അടിക്കും. ഓക്കെ, അപ്പം ഇതൊക്കെ എന്ത് തന്നെയാണ്? ബീറ്റ് തന്നെയാണ്. അപ്പോൾ ബീറ്റ് അടിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ വെറും വയലൻസ് മാത്രം ചിന്തിക്കേണ്ട, അക്രമം മാത്രം ചിന്തിക്കേണ്ട. നല്ല കാര്യങ്ങളുണ്ട്, നല്ല കാര്യങ്ങളാണ് കൂടുതൽ. നമ്മളൊരാളെ തോൽപ്പിച്ചു അല്ലെങ്കിൽ തോൽപ്പിക്കുക, നമ്മൾ തോൽപ്പിക്കുക എന്ന് പറയാൻ വേണ്ടി നമ്മൾ ബീറ്റ് എന്ന് ഉപയോഗിക്കാറുണ്ട് മത്സരത്തിൽ, കോമ്പറ്റീഷൻ. ഓക്കെ, അപ്പോൾ ബീറ്റ് അടിക്കുക, അത് തോൽപ്പിക്കുക എന്നുള്ള അർത്ഥത്തിലൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ബീറ്റ് അടിക്കുക, ബീറ്റ്, BEAT, ബീറ്റ്, BEAT, ബീറ്റ്, BEAT, ബീറ്റ്, BEAT, ബീറ്റ്. ഓക്കെ, പിന്നെ ബീറ്റ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം പറയാൻ ടീച്ചർ മറന്നുപോയി. നമ്മൾ മുട്ടയടിക്കുക എന്ന് പറയുന്നതും ബീറ്റ് തന്നെ അല്ലേ. ബീറ്റ്, മുട്ട ബീറ്റ് ചെയ്യുക എന്ന് നമ്മൾ പറയും അല്ലേ. നമ്മൾ ബീറ്ററൊക്കെ വെച്ച് ബീറ്റ് ചെയ്യും, നമ്മൾ അപ്പങ്ങളൊക്കെ ഉണ്ടാക്കാൻ അല്ലേ. പ്രധാനമായും കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ബീറ്റ് ചെയ്യും അല്ലേ. മുട്ട ബീറ്റ് ചെയ്യും. ഓക്കെ, അതിനെ നമ്മൾ ബീറ്റ് ചെയ്യുക എന്ന് തന്നെ പറയാം അല്ലേ. ബീറ്റ്, അപ്പോൾ ബീറ്റ് നല്ല കാര്യം തന്നെയാണല്ലേ. ടേസ്റ്റി കേക്ക്, അതുപോലെ തന്നെ ഹൃദയം ബീറ്റ് ചെയ്യുന്നു, പിന്നെ മ്യൂസിക് ബീറ്റിങ്. ഓക്കെ, ഇതൊക്കെ വെച്ച് നമ്മുടെ ഈ ബീറ്റ് എന്നുള്ള വാക്ക് വളരെ മനോഹരമായിട്ടുള്ളൊരു വാക്കാണ്. അടിക്കുക, മാറ്റി വെച്ചാൽ മാത്രം. ഓക്കെ, ബീറ്റ് അടിക്കുക മീൻസ് ഇതൊക്കെ അടിക്കൽ തന്നെയാണ്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് വയലൻസിന്റെ അടിക്കൽ, തല്ലുക എന്ന് പറയുന്ന അത് മാറ്റി വെച്ചാൽ മാത്രം മതി. ബാക്കിയൊക്കെ നല്ല കാര്യങ്ങളാണ് ഈ ബീറ്റ് വെച്ചുള്ളത്. ഓക്കെ, അപ്പൊ അതിന്റെ V1, V2, V3 ഒക്കെ നോക്കാം. BEAT ബീറ്റ് V1 ഫോം, BEAT ബീറ്റ് V2 ഫോം, BEATEN ബീറ്റൻ V3 ഫോം. V1ഉം V2ഉം സെയിം സ്പെല്ലിംഗ്, സെയിം ഉച്ചാരണം. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഇത് ഡിഫറെൻ്റ് ഉച്ചാരണത്തിൽ ഉണ്ടായിരുന്നു. അത് ഓൾഡ് മെത്തേഡ് ഓഫ് ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷൻ ആണ്. ഇപ്പോഴതില്ല, ഇപ്പോൾ സെയിം പ്രൊനൗൺസിയേഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ബീറ്റ്, V1 ഫോം ബേസ് ഫോം ബീറ്റ്, V2 ഫോം പാസ്റ്റ് ഫോം ബീറ്റ്, V3 ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ബീറ്റൻ. അടിക്കപ്പെട്ട മുട്ട, അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് അല്ലെ. ബീറ്റൻ എഗ്സ്, അടിക്കപ്പെട്ട മുട്ട, അടിച്ചു വെച്ച മുട്ടയെ നമ്മൾ പറയുന്നതാണ് ബീറ്റൻ എഗ്സ്. ഓക്കെ, ബീറ്റ്, ബീറ്റൻ, ബീറ്റ് അടിക്കുക, ബീറ്റ് അടിച്ചു, ബീറ്റൻ അടിക്കപ്പെട്ടു. ഓക്കെ, ബീറ്റ്, ബീറ്റൻ, ബീറ്റ്, ബീറ്റൻ, ബീറ്റ്, ബീറ്റൻ. V1 ഫോം ബേസ് ഫോം ബീറ്റ്, V2 ഫോം പാസ്റ്റ് ഫോം ബീറ്റ്, V3 form past participle form beaten. Beat, beaten. Beaten. ഓക്കെ, നമ്മൾ അടിക്കുന്നു എന്ന് പറയാനാണെങ്കിൽ അല്ലെങ്കിൽ തോൽപ്പിക്കുന്നു എന്നൊക്കെ പറയാനാണെങ്കിൽ നമ്മൾ എങ്ങനെ ഉപയോഗിക്കും? ബീറ്റിംഗ്, ബീറ്റിന്റെ മുന്നിൽ ഒരു ING ചേർത്താൽ മാത്രം മതിയാവും. ബീറ്റിംഗ്, ബീറ്റിംഗ്, ബീറ്റ് അടിക്കുക, ബീറ്റ് അടിക്കുക. V2 ഫോമിൽ വരുമ്പോൾ ബീറ്റ് അടിച്ചു, ING ചെയ്തുകൊണ്ടിരിക്കുന്നു. ബീറ്റിംഗ്, അടിക്കുന്നു അല്ലെങ്കിൽ തോൽപ്പിക്കുന്നു. ഓക്കെ, ബീറ്റിംഗ്, ബീറ്റിംഗ്. ഓക്കെ, V1 ഫോമും V2 ഫോമും ബീറ്റിൻ്റെത് ബീറ്റ് തന്നെയാണ്, അത് കൺഫ്യൂസ്ഡ് ആവണ്ട. V1 ഫോമും V2 ഫോമും സെയിം തന്നെയാണ്, സ്പെല്ലിങ്ങും പ്രൊനൗൺസിയേഷനും ഒക്കെ സെയിം ആണ്. ഓക്കെ, V3 ഫോം ബീറ്റൻ, ING ചേർക്കുമ്പോൾ ബീറ്റിംഗ്. പിന്നെ ബീറ്റ്സ് എന്നാണെങ്കിൽ S ജസ്റ്റ് ചേർത്താൽ മതി, അതിൽ പ്രത്യേകിച്ചിട്ട് ഡെക്കറേഷൻ ഒന്നും ആഡ് ചെയ്യാനും കളയാനൊന്നുമില്ല. BEATS, ബീറ്റ്സ്. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് ബീറ്റിനെ കൊണ്ടുപോയി സെന്റൻസസിലോട്ട് ഇടാം അല്ലേ.
He beats the drum rhythmically. He beats the drum rhythmically. ആ rhythmically എന്നുള്ളത് ഒന്ന് നമുക്ക് നോക്കാം. എങ്ങനെ? റിത്, ഓക്കെ, മി, ക്ലി, rhythmically, rhythmically, okay, rhythmically, okay. He beats the drum rhythmically. അവൻ താളാത്മകമായി ഡ്രം അടിക്കുന്നയാളാണ്. അപ്പോൾ അവൻ താളാത്മകമായി ഡ്രം അടിക്കുന്നു, അവൻ താളാത്മകമായി ഡ്രം അടിക്കും, അവൻ താളാത്മകമായി ഡ്രം അടിക്കാറുണ്ട്. എന്തെഴുതിയാലും കുഴപ്പമില്ല, അത് അയാളുടെ ശീലം, അയാളുടെ കഴിവാണ്. ഹി ബീറ്റ്സ് ദ ഡ്രം റിദ്മിക്കലി. അപ്പോൾ ഇവിടെ എന്താണ്? അവരുടെ ഒരു കഴിവ്, ശീലമാണ് പറയുന്നത്. ഹി ഈസ് തേർഡ് പേഴ്സൺ സിംഗുലർ, സോ ബീറ്റ്സ്. ഹി ബീറ്റ്സ് ദ ഡ്രം റിദ്മിക്കലി. അടുത്തത്, ഷീ ബീറ്റ് ഹർ opponent in the match. She beat her opponent in the match. OPPONENT. opponent എന്നല്ല, അപ്പോണന്റ് എന്നാണ് അതിനെ വായിക്കുക. അപ്പോൾ നിങ്ങളൊക്കെ ചോദിക്കും, ടീച്ചറെ അവിടെ ഓ അല്ലേ? അതിലൊന്നും കാര്യമില്ല മക്കളെ, നമ്മൾ മലയാളമല്ല വായിക്കുന്നത്, ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് ഭാഷയിലെ പല വാക്കുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തല കറങ്ങുന്ന രീതിയിലൊക്കെ കാണാം. കാരണം എന്തേ? എഴുതുന്നതൊന്ന്, വായിക്കുന്നത് മറ്റൊന്ന്. ഈ അപ്പോണൻ്റൊക്കെ വളരെ ചെറിയ എക്സാമ്പിളാണ്, അല്ലാതെ കുറേ വാക്കുകളുണ്ട്. അതൊക്കെ നമ്മൾ വഴിയെ നോക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും ഇവർ വെറുതെ വെറുപ്പിക്കാനായിട്ടാണ് വാക്കിൻ്റെ സ്പെല്ലിങ്ങും ഉച്ചാരണവും അവർ ലിങ്ക് ചെയ്ത് വെച്ചിട്ടുള്ളതെന്നുള്ളത്. ഓക്കെ, അതുകൊണ്ട് കഥയിൽ ചോദ്യമില്ല. അപ്പോണൻറ്റ്, അപ്പോണൻറ്റ്. ഷീ ബീറ്റ് ഹർ അപ്പോണൻറ്റ് ഇൻ ദ മാച്ച്. She beat her opponent in the match. അവൾ മത്സരത്തിൽ എതിരാളിയെ തോൽപ്പിച്ചു. ഇവിടെ ബീറ്റ് എന്നുള്ളത് V2 ആണ്. അതുകൊണ്ടല്ലേ ഷീ ബീറ്റ് എന്നായതല്ലേ? അല്ലെങ്കിൽ ബീറ്റ്സ് എന്നാവുമായിരുന്നില്ലേ? അത് V1 ഫോം ആയിരുന്നെങ്കിൽ എസ് വരേണ്ടതാണ് അല്ലേ? കാരണം എന്താണ്? ഷീ തേർഡ് പേഴ്സൺ സിംഗുലർ ആണ്. അങ്ങനെയാണെങ്കിൽ ബീറ്റ്സ് എന്ന് വരേണ്ടതാണ്. പക്ഷെ അവിടെ വന്നില്ല. കാരണം എന്താ? അത് V2 ഫോമാണ്. V2 ഫോമിൽ ഒരിക്കലും നമ്മൾ എസ് ചേർക്കില്ല. എപ്പോഴും V1 ഫോമിൽ മാത്രമേ എസ് ചേർക്കുള്ളൂ. ഷീ ബീറ്റ് ഹർ അപ്പോണന്റ് ഇൻ ദ മാച്ച്. ഷീ ബീറ്റ് ഹർ അപ്പോണന്റ് ഇൻ ദ മാച്ച്. അവൾ മത്സരത്തിൽ എതിരാളിയെ തോൽപ്പിച്ചു. ദ പ്ലെയർ വാസ് ബീറ്റൻ ബൈ ഹിസ് അപ്പോണന്റ്. ദ പ്ലെയർ വാസ് ബീറ്റൻ ബൈ ഹിസ് അപ്പോണന്റ്. കളിക്കാരനെ എതിരാളി തോൽപ്പിച്ചു, അല്ലെങ്കിൽ കളിക്കാരൻ തോൽപ്പിക്കപ്പെട്ടു എതിരാളിയാൽ. ബൈ ഹിസ് അപ്പോണന്റ്, അവൻ്റെ എതിരാളിയാൽ കളിക്കാരൻ തോൽപ്പിക്കപ്പെട്ടു. ശരിക്കും അത് നമ്മൾ പാസീവ് വോയിസ്, ടീച്ചർ ആദ്യം മുതലേ പറയുന്നുണ്ട്. ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് എന്ന് പറയുന്നത്. അതായത് രാമൻ രാവണനെ കൊന്നു, ആക്റ്റീവ് വോയിസ്. രാവണൻ രാമനാൽ കൊല്ലപ്പെട്ടു, അത് പാസീവ് വോയിസ്. അതാണ് ഇവിടെ. ദ പ്ലെയർ വാസ് ബീറ്റൻ ബൈ ഹിസ് അപ്പോണന്റ്. ദ പ്ലെയർ വാസ് ബീറ്റൻ ബൈ ഹിസ് അപ്പോണന്റ്. ഓക്കെ, ഇവിടെ എന്താണ്? എതിരാളിയാൽ കളിക്കാരൻ തോൽപ്പിക്കപ്പെട്ടു. ഇതിനെ ഞാൻ ഇതിപ്പം പാസീവ്, ഇതിനെ ഞാൻ തിരിച്ചെഴുതുന്നുണ്ടെങ്കിൽ എന്താണ്? ഹിസ് അപ്പോണന്റ് ബീറ്റ് ഹിം, അല്ലെങ്കിൽ പ്ലെയേഴ്സ് അപ്പോണന്റ് ബീറ്റ് ഹിം. അത്രേ ഉള്ളൂ. പ്ലെയറിന്റെ അപ്പോണന്റ് എന്ത് ചെയ്തു? തോൽപ്പിച്ചു. അത്രേ ഉള്ളൂ. പക്ഷെ അത് എങ്ങനെ എഴുതി? തിരിച്ചെഴുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസീവ് വോയിസ് ആക്കി. ദ പ്ലെയർ വാസ് ബീറ്റൻ ബൈ ഹിസ് അപ്പോണന്റ്. അവന്റെ എതിരാളിയാൽ കളിക്കാരൻ തോൽപ്പിക്കപ്പെട്ടു. ബീറ്റൻ, V3 ഫോം. ഓക്കെ, ഐ ബീറ്റ് ദ ഡ്രം ലൗഡ്ലി. ഞാൻ എന്താണ്? ഡ്രമ്മ് വളരെ ഉച്ചത്തിൽ അടിച്ചു. ഐ ബീറ്റ് ദ ഡ്രം ലൗഡ്ലി. ഞാൻ ഡ്രം ഉറക്കെ അല്ലെങ്കിൽ ഉച്ചത്തിൽ അടിച്ചു. ഓക്കെ, ഹി ബീറ്റ്സ് ദ ഡ്രം റിദ്മിക്കലി. ഹി ബീറ്റ്സ് ദ ഡ്രം റിദ്മിക്കലി. ഷീ ബീറ്റ് ഹർ അപ്പോണന്റ് ഇൻ ദ മാച്ച്. ഷീ ബീറ്റ് ഹർ അപ്പോണന്റ് ഇൻ ദ മാച്ച്. The player was beaten by his opponent. The player was beaten by his opponent. I beat the drum loudly. I beat the drum loudly.
ടീച്ചറിന്റെ കൂടെ തന്നെ ഒന്ന് വായിച്ചേ. He beats the drum rhythmically. He beats the drum rhythmically. She beat her opponent in the match. She beat her opponent in the match. The player was beaten by his opponent. The player was beaten by his opponent. I beat the drum loudly. Okay അല്ലേ? വായിക്കാൻ ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എഴുതിയെടുത്തത് പിന്നീട് ആവർത്തിച്ച് വായിച്ച് നോക്കി റെഡിയാക്കുക കേട്ടോ. റിഥമിക്കലി അപ്പോണന്റ്. ഓക്കെ. The music beats loudly in the club. The music beats loudly in the club. ക്ലബിൽ സംഗീതം ഉച്ചത്തിൽ മുഴങ്ങുന്നു. അത് മുഴങ്ങുന്നു, മുഴങ്ങാറുണ്ട്, മുഴങ്ങും, എന്തുമാകാം. നോർമലി അങ്ങനെയാണ്. ക്ലബിനകത്ത് സംഗീതം ഇങ്ങനെ വളരെ ഉച്ചത്തിലാണ് ഉണ്ടാവുക. The music beats loudly in the club. My heart is beating fast with excitement. My heart is beating fast with excitement. എൻ്റെ ഹൃദയം ആവേശത്താൽ വേഗത്തിൽ മിടിക്കുന്നു. എൻ്റെ ഹൃദയം ആവേശത്താൽ വേഗത്തിൽ മിടിക്കുന്നു. ഓക്കെ, നമ്മൾ ഹാർട്ട് ബീറ്റിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത്, ഹാർട്ട് ബീറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഇടിക്കുന്നു, അടിക്കുന്നു എന്നൊന്നും പറയാതെ മിടിക്കുന്നു എന്നാണ് നമ്മൾ ഉപയോഗിക്കുക. My heart is beating fast with excitement. ആവേശം, excitement. My heart is beating fast with excitement. He beats his opponent in every game. He beats his opponent in every game. അവൻ എല്ലാ കളികളിലും അവൻ്റെ എതിരാളിയെ തോൽപ്പിക്കും, തോൽപ്പിക്കുന്നു, തോൽപ്പിക്കാറുണ്ട്. സ്ഥിരമുള്ള പരിപാടിയാണ്. എവ്രി ഗെയിം, എല്ലാ ഗെയിം എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം ആ ആള് കളിക്കുന്ന എല്ലാ ഗെയിമിലും ഒപ്പോണന്റിനെ തോൽപ്പിക്കുന്നത് അതൊരു രീതിയാണ് അല്ലേ? അയാൾ എല്ലാത്തിലും അങ്ങനെ ചെയ്യുന്നുണ്ട്, ചെയ്തു പോരുന്നുണ്ട്. ഓക്കെ, ഹി ബീറ്റ്സ് ഹിസ് അപ്പോണന്റ് ഇൻ എവ്രി ഗെയിം. എല്ലാ കളികളിലും അവൻ അവൻ്റെ എതിരാളിയെ തോൽപ്പിക്കുന്നു, തോൽപ്പിക്കാറുണ്ട്, തോൽപ്പിക്കും. He beats his opponent in every game. He beats his opponent in every game. The steady beating of the drum kept time. The steady beating of the drum kept time. ഡ്രമ്മിൻ്റെ സ്ഥിരമായ അടി, സ്ഥിരമായ എന്ന് മീൻസ് ഇതൊരു സംഭവത്തെ, ഇൻസിഡൻറ്റിനെ കുറിച്ച് പറയുമ്പോഴാണ് അവിടെ സമയം തികയ്ക്കാൻ വേണ്ടിയിട്ട് ആ സ്റ്റഡി ബീറ്റിംഗ് ഓഫ് ഡ്രം ഉപകരിച്ചു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഡ്രമ്മിൻ്റെ സ്ഥിരമായ അടി സമയം നിലനിർത്തി. ഓക്കെ, അവിടെ STEADY അതൊന്ന് ശ്രദ്ധിക്കുക. അത് സ്റ്റഡി അല്ല. സ്റ്റഡി എന്ന് പറഞ്ഞാൽ പഠിക്കുക. ഓക്കെ, ഇത് സ്റ്റഡി, 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 സ്റ്റേ, 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 സ്റ്റഡി, സ്റ്റഡി. The steady beating of the drum kept time. The steady beating of the drum kept time. The steady beating of the drum kept time. She beats the eggs with a whisk. She beats the eggs with a whisk. ഒരു വിസ്ക് ഉപയോഗിച്ചാണ് അവൾ മുട്ടകൾ അടിക്കുന്നത്, അല്ലെങ്കിൽ അടിക്കാറ്, അല്ലെങ്കിൽ അടിക്കും. അവൾ അടിക്കും. ഒരു വിസ്ക് ഉപയോഗിച്ച് അവൾ മുട്ടകൾ അടിക്കും, അല്ലെങ്കിൽ ഒരു വിസ്ക് ഉപയോഗിച്ചാണ് അവൾ മുട്ടകൾ അടിക്കാറ്, അല്ലെങ്കിൽ അവൾ വിസ്ക് ഉപയോഗിച്ചാണ് മുട്ടകൾ അടിക്കുന്നത്. എങ്ങനെയുമാകാം, അത് അവളുടെ ശീലമാണ്. She beats the eggs with a whisk. She beats the eggs with a whisk. She beats the eggs with a whisk. Yesterday, the team beat their rivals. Yesterday, the team beat their rivals. ഇന്നലെ ടീം അവരുടെ എതിരാളികളെ തോൽപ്പിച്ചു.
യെസ്റ്റർഡേ. യെസ്റ്റർഡേ എന്ന് പറയുമ്പോൾ കഴിഞ്ഞു പോയതാണ്. അപ്പോൾ സ്വാഭാവികമായും ഇവിടെയുള്ള ബീറ്റ് V2 ഫോം, പാസ്റ്റ് ഫോം ആണ്. ഓക്കെ, യെസ്റ്റർഡേ ദ ടീം ബീറ്റ് their rivals. Yesterday the team beat their rivals. ഇന്നലെ ടീം അവരുടെ എതിരാളികളെ തോൽപ്പിച്ചു. Yesterday the team beat their rivals. Yesterday the team beat their rivals. ഓക്കെ, ഇനി സെക്കൻഡ് അറ്റൻഡൻസ് ഇട്ടോളൂ. 2 എന്നിടുക, എന്നിട്ട് നിങ്ങളുടെ പേരെഴുതുക, എന്നിട്ട് ബീറ്റ് എന്ന വാക്കിൻ്റെ V1, V2, V3, ING, S ഫോം ഒക്കെ എഴുതുക. ബീറ്റ്, ബീറ്റ്, ബീറ്റൻ, ബീറ്റിംഗ്, ബീറ്റ്സ്. ഈ 5 വാക്കുകളും അവിടെ എഴുതി ചേർക്കുക. ബീറ്റ്, ബീറ്റ്, ബീറ്റൻ, ബീറ്റിംഗ്, ബീറ്റ്സ്. ഓക്കെ അല്ലേ? എഴുതിയില്ലേ? ഇനി നമുക്ക് അടുത്ത വാക്കിലേക്ക് പോകാം. നമ്മൾ അടിക്കുക കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇടിക്കാം അല്ലേ? ഇടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? നമ്മൾ കൈയുടെ മുഷ്ടി ചുരുട്ടി നമ്മൾ ഡും കൊടുക്കുന്നത്, അതാണല്ലേ ഇടിക്കുക. അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇടിക്കുക. നമ്മുടെ വണ്ടിയൊക്കെ കൊണ്ടുപോയി ഇടിക്കുന്നതിനെ ഇടിക്കുക എന്നാ പറയുക. ആക്സിഡന്റ് പറ്റുന്ന ഏതിലെങ്കിലും കൊണ്ടുപോയി മുട്ടുന്നതിനെ നമ്മൾ എന്താണ്? ഇടിക്കുക എന്നാ പറയുക. ഓക്കെ, പിന്നെ ബാറ്റ് വെച്ച് ബോളിനെ ഇത് ചെയ്യുന്നത് എന്താണ്? ഇടിക്കുക, ഹിറ്റ് തന്നെയാണ് പറയുക. ഹിറ്റ്, HIT, ഹിറ്റ്. നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ ബാറ്റിനെ ബോളിനെ ബാറ്റ് വെച്ച് അടിച്ചു എന്ന് പറയും. പക്ഷെ ഇംഗ്ലീഷിൽ വരുമ്പോൾ നമ്മൾ ബീറ്റ് എന്നല്ല പറയുക, ഹിറ്റ് എന്നാ പറയുക. HIT, ഹിറ്റ്, HIT, ഹിറ്റ്, HIT, ഹിറ്റ്. ഇടിക്കുക, HIT, ഹിറ്റ്. ഇപ്പോൾ ബോക്സേഴ്സ് ഒക്കെ എന്താണ് ഇങ്ങനെ ഇടിക്കുന്നില്ലേ? അതൊക്കെ ഇടിക്കുക, ഹിറ്റ്. ഓക്കെ, HIT, ഹിറ്റ്. സ്ക്രീനിലേക്ക് നോക്കിയേ, 3 ചിത്രങ്ങളുണ്ട് അല്ലേ? ഒന്നെങ്ങനെയാണ്? ഒരു ബോക്സർ ബോയ് എന്താണ് ഇടിക്കുകയാണ് അല്ലേ? നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഇടിയാണ്. അവിടെ മഞ്ഞ കളറൊക്കെ വന്നു. പിന്നെ അതാ അവിടെ ഒരു ചുറ്റിക വെച്ച് ഇടിക്കുന്ന ഒരു ഗ്രാഫിക്കും കാണാം. ഓക്കെ, പിന്നെ ഒന്നെന്താണ്? ഒരു ബാറ്റ് വെച്ച് ബോള് ഇടിക്കുകയാണ്. ഓക്കെ, ഹിറ്റ്, HIT, ഹിറ്റ്, HIT, ഹിറ്റ്. ഹിറ്റ്, ഇടിക്കുക, ഹിറ്റ്, ഇടിക്കുക, ഹിറ്റ്, ഇടിക്കുക. HIT, ഹിറ്റ്, ഇടിക്കുക, ഇടിക്കുക, ഹിറ്റ്, ഇടിക്കുക, ഹിറ്റ്, ഇടിക്കുക, ഹിറ്റ്. ഇനി ഇടിച്ചു എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? ഇടിച്ചു എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? HIT, ഹിറ്റ്. അതാണ് ഹിറ്റ് എന്ന വാക്കിന്റെ പ്രത്യേകത. ബേസ് ഫോം, V1 ഫോം, ഹിറ്റ്. V2 ഫോം, പാസ്റ്റ് ഫോം, ഹിറ്റ്. V3 ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം, ഹിറ്റ്. അങ്ങനെ ഹിറ്റ്, 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 ഹിറ്റോട് ഹിറ്റാണ് ഹിറ്റ്. ഹിറ്റ്, ഹിറ്റ്, ഹിറ്റ്. V1 ഫോം, ബേസ് ഫോം, ഹിറ്റ്. V2 ഫോം, പാസ്റ്റ് ഫോം, ഹിറ്റ്. V3 ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം, ഹിറ്റ്. ഇടിക്കുക, ഹിറ്റ്. ഇടിച്ചു, ഹിറ്റ്. ഇടിക്കപ്പെട്ടു, ഹിറ്റ്. എല്ലാം ഹിറ്റ്, ഹിറ്റോട് ഹിറ്റ്. ഹിറ്റ്, ഹിറ്റ്, ഹിറ്റ്. ഇടിക്കുക, ഇടിച്ചു, ഇടിക്കപ്പെട്ടു. ഇതിനൊക്കെ ഒറ്റ വാക്കേ നമ്മൾ ഉപയോഗിക്കുള്ളൂ. അതാണ് ഹിറ്റ്. HIT, ഹിറ്റ്. HIT, ഹിറ്റ്. ഓക്കെ അല്ലേ? ഹിറ്റ്, ഹിറ്റ്, ഹിറ്റ്. ഇടിക്കുക, ഇടിച്ചു, ഇടിക്കപ്പെട്ടു. ഹിറ്റ്, ഹിറ്റ്, ഹിറ്റ്. V1 ഫോം, ബേസ് ഫോം, ഹിറ്റ്. V2 ഫോം, പാസ്റ്റ് ഫോം, ഹിറ്റ്. V3 ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം, ഹിറ്റ്. ഇനി നമുക്ക് എന്ത് നോക്കാം? ഇടിക്കുന്നു എന്ന് നോക്കാം അല്ലേ? ഇടിക്കുന്നു, ഹിറ്റിംഗ്. ING ആഡ് ചെയ്യുന്ന സമയത്ത് T ഡബിൾ ആവും. HIT, ഹിറ്റ്. HITTING, ഹിറ്റിംഗ്. HIT, ഹിറ്റ്. HITTING, ഹിറ്റിംഗ്. ഓക്കെ, ഇടിക്കുക, ഹിറ്റ്. ഇടിച്ചു, ഹിറ്റ്. ഇടിക്കുന്നു, ഹിറ്റിംഗ്. ഓക്കെ, ഹിറ്റിംഗ്. ഇടിക്കുക, ഹിറ്റ്. ഇടിച്ചു, ഹിറ്റ്. ഇടിക്കുന്നു, ഹിറ്റിംഗ്. ഓക്കെ, ഹിറ്റിംഗ്. എളുപ്പമല്ലേ? ഇടിക്കുക എന്നുള്ളത് നമുക്ക് സെന്റൻസസിലോട്ട് കൊണ്ടിടാം അല്ലേ? I hit the ball yesterday. I hit the ball yesterday.
I hit the ball yesterday. ഞാൻ ഇന്നലെ പന്ത് അടിച്ചു. ഇവിടെ ഹിറ്റ് എന്താണ്? V2 ഫോം, പാസ്റ്റ് ഫോം, അടിച്ചു. പക്ഷേ അർത്ഥം ഹിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടിക്കുക എന്നാണ്. നമ്മൾ മലയാളത്തിൽ നമ്മൾ പന്തടിക്കുന്നതിനൊക്കെ അടിച്ചു എന്നൊക്കെ പറയുക. ഇപ്പം നമ്മൾ എന്താണ് കാലുകൊണ്ട് ഫുട്ബോൾ അടിക്കുന്നതിന് നമ്മൾ അടിക്കുക എന്നാണ് പറയുക അല്ലേ. പക്ഷെ ഇംഗ്ലീഷിൽ വരുമ്പോൾ അത് വാക്ക് മാറി കിക്കാവും. ഓക്കെ, അതാണ് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ പന്ത് അടിച്ചു, പക്ഷേ ഇംഗ്ലീഷിൽ ഹിറ്റ് ദ ബോൾ. ഓക്കെ, I hit the ball yesterday. The ball has been hit. പന്ത് അടിക്കപ്പെട്ടു. has been hit. ഇവിടെ ഹിറ്റ് എന്താണ്? V3 ഫോമാണ്. ഓക്കെ, the ball has been hit. The ball has been hit. ശരിക്കും എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്? ബോൾ അടിച്ചു, അത്ര തന്നെ. ഓക്കെ, he enjoys hitting golf balls at the driving range. He enjoys hitting golf balls at the driving range. ഡ്രൈവിംഗ് റേഞ്ചിൽ ഗോൾഫ് പന്തുകൾ അടിക്കുന്നത് അവന് ഇഷ്ടമാണ്, അല്ലെങ്കിൽ അവൻ ആസ്വദിക്കുന്നു. ഗോൾഫ് ബോളുകൾ ഡ്രൈവിംഗ് റേഞ്ചിൽ അടിക്കുന്നത് അവൻ ആസ്വദിക്കുന്നു. അത് അവൻ്റെ ശീലമാണ്. ഓക്കെ, he enjoys hitting golf balls at the driving range. ഡ്രൈവിംഗ് റേഞ്ചിൽ ഗോൾഫ് പന്തുകൾ അടിക്കുന്നത് അവൻ ആസ്വദിക്കുന്നു, അല്ലെങ്കിൽ അവന് ഇഷ്ടമാണ്, എങ്ങനെയും പറയാം. ഓക്കെ, പക്ഷെ എൻജോയ് എന്നുള്ള വാക്കിനർത്ഥം ആസ്വദിക്കുക എന്നാണ്. ഓക്കെ, he enjoys hitting golf balls at the driving range. The boxer was hitting the punching bag with force. The boxer was hitting the punching bag with force. The boxer was hitting the punching bag with force. പഞ്ചിങ് ബാഗ് നിങ്ങൾക്ക് അറിയാലോ അല്ലേ. പഞ്ചിങ് ബാഗ് ഇപ്പം ഒരു ബോക്സേഴ്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സംഭവം പഞ്ചിങ് ബാഗ്. ഓക്കെ, അത് ഹിറ്റ് ചെയ്യുകയായിരുന്നു. വാസ് ഹിറ്റിംഗ്, ഹിറ്റ് ചെയ്യുകയായിരുന്നു, ഇടിക്കുകയായിരുന്നു. ഇടിക്കുകയാണ് എന്നല്ല, ഇടിക്കുകയായിരുന്നു. പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. അത് ഇസ് ഹിറ്റിംഗ് എന്നാണെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസ്, ഇപ്പോഴും നടക്കുന്നു. ഇത് മുൻപ് നടന്നുകൊണ്ടിരുന്ന ഒരു കാര്യം. ഓക്കെ, വാസ് ഹിറ്റിംഗ്. ഓക്കെ, ദ ബോക്സർ വാസ് ഹിറ്റിംഗ് ദ പഞ്ചിങ് ബാഗ് വിത്ത് ഫോഴ്സ്. ഓക്കെ അല്ലേ? ഇപ്പൊ ടീച്ചറുടെ കൂടെ 2 തവണ ആ സെന്റൻസസ് വായിച്ചേ. അതിന്റെ അർത്ഥം പറഞ്ഞില്ല അല്ലേ. ദ ബോക്സർ വാസ് ഹിറ്റിംഗ് ദ പഞ്ചിങ് ബാഗ് വിത്ത് ഫോഴ്സ്. ബോക്സർ പഞ്ചിങ് ബാഗിൽ ശക്തിയിൽ ഇടിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ബോക്സർ പഞ്ചിങ് ബാഗിൽ ശക്തമായി ഇടിക്കുകയായിരുന്നു. എന്തായാലും അങ്ങനെ. ഓക്കെ, ശക്തമായിന്നോ ശക്തിയിൽന്നോ എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഓക്കെ, നമുക്ക് 2 തവണ വായിച്ചാലോ? ടീച്ചറുടെ കൂടെ തന്നെ വായിക്കേ. I hit the ball yesterday. I hit the ball yesterday. The ball has been hit. The ball has been hit. He enjoys hitting golf balls at the driving range. The boxer was hitting the punching bag with force. He enjoys hitting golf balls at the driving range. The boxer was hitting the punching bag with force. ഓക്കെ അല്ലേ? അപ്പോഴെല്ലാവരും രണ്ടാമത്തെ അറ്റൻഡൻസ് ഇട്ടോളൂ. എന്താണ്? ഹിറ്റ് ഹിറ്റ് ഹിറ്റ്, ഹിറ്റിംഗ് ഹിറ്റ്സ്, ഹിറ്റ് ഹിറ്റ് ഹിറ്റ്, ഹിറ്റിംഗ് ഹിറ്റ്സ്. 3 എന്ന് എഴുതാം, ഒരു കുത്തിടാം, ഒരു സ്പേസ് വിടാം, പേരെഴുതാം, എന്നിട്ട് V1 V2 V3 INGS ഫോം ഒക്കെ എഴുതാം ഹിറ്റിന്റെ. ഓക്കെ, ഇനി നമുക്ക് ബാക്കി സെന്റൻസസിലോട്ട് പോയാലോ? The singer hits all the high notes effortlessly. The singer hits all the high notes effortlessly. പാട്ടുകാരൻ എല്ലാ ഉയർന്ന സ്വരങ്ങളും അനായാസമായി എത്തിക്കുന്നു, അല്ലെങ്കിൽ നേടുന്നു എന്ന് പറയാം. ഓക്കെ, അതായത് പാട്ട് പാടി ഉയർന്ന നോട്ട്സ് സ്വരങ്ങളൊക്കെ എത്തിക്കുന്നു, പാടിയിട്ട് അയാൾക്ക് എത്തിക്കാൻ സാധിക്കുന്നു എന്നാണ്. ഓക്കെ, ദ സിംഗർ ഹിറ്റ്സ് all the high notes effortlessly. ഓക്കെ, എഫേർട്ട്ലെസ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫേർട്ട് ഇല്ലാതെ, ആയാസമില്ലാതെ, അധ്വാനമില്ലാതെ, ബുദ്ധിമുട്ടില്ലാതെ. ഓക്കെ, ദ സിംഗർ
hits all the high notes effortlessly. പാട്ടുകാരൻ എല്ലാ ഉയർന്ന സ്വരങ്ങളും അനായാസമായി എത്തിക്കുന്നു അല്ലെങ്കിൽ നേടുന്നു. ഓക്കെ, The singer hits all the high notes effortlessly. 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 The singer hits all the high notes effortlessly. Okay. The new movie hits theaters next week. The new movie hits theaters next week. പുതിയ സിനിമ അടുത്ത ആഴ്ച തിയേറ്ററുകളിൽ എത്തും. ഓക്കെ, The new movie hits theaters next week. പുതിയ സിനിമ അടുത്ത ആഴ്ച തിയേറ്ററുകളിൽ എത്തുന്നു അല്ലെങ്കിൽ എത്തും. ഓക്കെ, The new movie hits theaters next week. Did the storm hit the coastal towns hard? Did the storm hit the coastal towns hard? കൊടുങ്കാറ്റ് കടൽ തീരത്തുള്ള പട്ടണങ്ങളെ ശക്തമായി ഇടിച്ചോ എന്നാണ് ചോദിക്കുന്നത്. ശക്തിയിൽ ഇടിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? കാര്യമായിട്ട് വല്ലതും സംഭവിച്ചോ അല്ലെങ്കിൽ കാര്യമായി ബാധിച്ചോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് ആ സെൻറ്റൻസിൻ്റെ അർത്ഥം എങ്ങനെ പറയാം? കൊടുങ്കാറ്റ് കടൽ തീരത്തെ പട്ടണങ്ങളെ കാര്യമായി ബാധിച്ചോ? Did the storm hit the coastal towns hard? Did the storm hit the coastal towns hard? ടീച്ചറുടെ കൂടെ ഒന്ന് വായിച്ചേ ഒരു 2 തവണ. The singer hits all the high notes effortlessly. The singer hits all the high notes effortlessly. The new movie hits theaters the next week. The new movie hits theaters next week. Did the storm hit the coastal towns hard? Did the storm hit the coastal towns hard? Okay അല്ലേ? ഇനി നമുക്ക് അടുത്ത വാക്ക് നോക്കാം അല്ലേ? തൊഴിക്കുക. കിക്ക്. കാലുകൊണ്ട് ഇടിക്കുന്നതിനെയാണ് നമ്മൾ തൊഴിക്കുക എന്ന് പറയുക. കൈ പരത്തി വെച്ച് ഇടിക്കുന്നത് അടി. കൈ ചുരുട്ടി വെച്ച് കൊടുക്കുന്നത് ഇടി. കാല് വെച്ച് കൊടുക്കുന്നത് തൊഴി. ഓക്കെ, കിക്ക്. KICK കിക്ക്. തൊഴിക്കുക. KICK കിക്ക്. KICK കിക്ക്. കിക്ക് കിക്ക് തൊഴിക്കുക. കിക്ക്. ഓക്കെ, ഇനി തൊഴിച്ചു എന്നെങ്ങനെ പറയും? കിക്ഡ്. കിക്ഡ്. തൊഴിക്കപ്പെട്ടു, കിക്ഡ് തന്നെ. ഒരു ED ആഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. കിക്ക്, കിക്ഡ്, കിക്ഡ്. ഓക്കെ, കിക്ക്, കിക്ഡ്, കിക്ഡ്. V1 form, base form, kick. V2 form, past form, kicked. V3 form, past participle form, kicked. Okay? തൊഴിക്കുക, kick. തൊഴിച്ചു, kicked. Kick, kicked, kicked. Kick, kicked, kicked. Kick, kicked, kicked. Kick, kicked, kicked. ഓക്കെ അല്ലേ? കിക്ക് തൊഴിക്കുക, കിക്ഡ് തൊഴിച്ചു. തൊഴിക്കപ്പെട്ടെന്ന് എന്ത് പറയും? കിക്ഡ് തന്നെ. ഓക്കെ, കിക്ക്, കിക്ഡ്, കിക്ഡ്. ഇനി തൊഴിക്കുന്നു എന്നെങ്ങനെ പറയും? കിക്കിംഗ്. കിക്കിംഗ്. ജസ്റ്റ് കിക്കിൻ്റെ മുന്നിൽ ഒരു ING ആഡ് ചെയ്ത് കൊടുത്താൽ മതി. കിക്കിംഗ്, കിക്കിംഗ്, കിക്കിംഗ്. ഓക്കെ, കിക്ക്, കിക്ഡ്, കിക്കിംഗ്. കിക്ക്, കിക്ഡ്, കിക്കിംഗ്. തൊഴിക്കുക, കിക്ക്. തൊഴിച്ചു, കിക്ഡ്. തൊഴിക്കുന്നു, കിക്കിംഗ്. തൊഴിക്കുക, കിക്ക്. തൊഴിച്ചു, കിക്ഡ്. തൊഴിക്കുന്നു, കിക്കിംഗ്. കിക്ക്, കിക്ഡ്, കിക്കിംഗ്. കിക്ക്, കിക്ഡ്, കിക്കിംഗ്. കിക്ക്, കിക്ഡ്, കിക്കിംഗ്. ഓക്കെ, നമുക്ക് തൊഴിക്കുക, കിക്ക് എന്നുള്ള വാക്ക് നമുക്ക് എവിടെ കൊണ്ടിടാം? സെൻറ്റൻസസിലോട്ടിടാം അല്ലേ?
I can kick the ball really far. I can kick the ball really far. എനിക്ക് പന്ത് വളരെ ദൂരത്തേക്ക് ചവിട്ടാൻ കഴിയും. ഓക്കെ, കിക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് അവിടെ ചവിട്ടുക എന്നുള്ള രീതിയിൽ പറഞ്ഞത്. തൊഴിച്ച് ദൂരേക്കാക്കുക. ഓക്കെ, ഐ ക്യാൻ കിക്ക് ദ ബോൾ റിയലി ഫാർ. എനിക്ക് വളരെ ദൂരം പന്ത് ചവിട്ടാൻ കഴിയും. അല്ലെങ്കിൽ പന്തിനെ അടിച്ച് ഇടാൻ, അടിക്കുക. നിങ്ങൾ അടിക്കാൻ എന്ന് പറഞ്ഞോളൂ. പന്ത് അടിക്കാൻ തന്നെ എഴുതിയാൽ മതി കേട്ടോ. ചവിട്ടാൻ നിൽക്കണ്ട, ചവിട്ടുക അത് വേണ്ട. അടിക്കാൻ തന്നെ എഴുതിക്കോളൂ. അടി എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിച്ചോളൂ. അതല്ല നമ്മൾ നോർമലി യൂസ് ചെയ്യുക. ഐ ക്യാൻ കിക്ക് ദ ബോൾ റിയലി ഫാർ. എനിക്ക് പന്ത് വളരെ ദൂരം അടിക്കാൻ കഴിയും, ദൂരത്തേക്ക് അടിക്കാൻ കഴിയും. എനിക്ക് പന്ത് വളരെ ദൂരത്തേക്ക് അടിക്കാൻ കഴിയും. ഐ ക്യാൻ കിക്ക് ദ ബോൾ റിയലി ഫാർ. ഐ ക്യാൻ കിക്ക് ദ ബോൾ റിയലി ഫാർ. പ്ലീസ് ഡോണ്ട് കിക്ക് ദ ഫർണിച്ചർ. പ്ലീസ് ഡോണ്ട് കിക്ക് ദ ഫർണിച്ചർ. പ്ലീസ് ഡോണ്ട് കിക്ക് ദ ഫർണിച്ചർ. ദയവായി ഫേർണിച്ചർ തൊഴിക്കരുത്. അതായത് നമ്മുടെ വീട്ടിലുള്ള ഫേർണിച്ചറിൻ്റെ മുകളിലും ഇങ്ങനെ കാലുകൊണ്ട് ഇടിക്കുന്നതിനെയാണ് ആ പറയുന്നത്. പ്ലീസ് ഡോണ്ട് കിക്ക് ദ ഫേർണിച്ചർ. ദയവായി ഫേർണിച്ചർ ഇടിക്കരുത്, അല്ലെങ്കിൽ ചവിട്ടരുത്. ഫേർണിച്ചറിനെ നമുക്ക് ചവിട്ടുക എന്ന് തന്നെ പറയാം, കുഴപ്പമില്ല. പ്ലീസ് ഡോണ്ട് കിക്ക് ദ ഫേർണിച്ചർ. ദയവായി ഫേർണിച്ചർ ചവിട്ടരുത്. ദ പ്ലേയർ കിക്ക്ഡ് ദ ബോൾ ഇൻ ടു ദ നെറ്റ്. ദ പ്ലേയർ കിക്ക്ഡ് ദ ബോൾ ഇൻ ടു ദ നെറ്റ്. കളിക്കാരൻ പന്ത് വലയിലേക്ക് അടിച്ചു. കളിക്കാരൻ പന്ത് വലയിലേക്ക് അടിച്ചു. ദ പ്ലേയർ കിക്ക്ഡ് ദ ബോൾ ഇൻ ടു ദ നെറ്റ്. അത് ഏത് കളിയുമായി ബന്ധപ്പെട്ടിട്ടാണ്? ആയിരിക്കാം. ദ പ്ലേയർ കിക്ക്ഡ് ദ ബോൾ ഇൻ ടു ദ നെറ്റ്. ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടൂ, അത് ഏത് കളിയായിരിക്കാം? ദ പ്ലേയർ കിക്ക്ഡ് ദ ബോൾ ഇൻ ടു ദ നെറ്റ്. ആ സെൻറ്റൻസ് എഴുതണം അവിടെ. ദ പ്ലേയർ കിക്ക്ഡ് ദ ബോൾ ഇൻ ടു ദ നെറ്റ് എന്നുള്ള സെൻറ്റൻസ് എഴുതി അതിൻ്റെ ശേഷം ഒരു ഡാഷ് ഇട്ടിട്ട് അത് ഏത് കളിയാണെന്ന് എഴുതും. നോക്കട്ടെ, ഏത് കളിയായിരിക്കാം? ദ പ്ലേയർ കിക്ക്ഡ് ദ ബോൾ ഇൻ ടു ദ നെറ്റ്. കാലുകൊണ്ട് ബോൾ തട്ടുന്ന ഏതൊക്കെ ഗെയിംസ് നിങ്ങൾക്ക് അറിയാം? ഇപ്പോൾ ഒന്നിൽ കൂടുതൽ ഗെയിംസ് അറിയുന്നുണ്ടെങ്കിൽ അത് എഴുതാം കേട്ടോ, കോമ ഇട്ടിട്ട് എഴുതാം. ഇപ്പോൾ 2 ഗെയിം അറിയുന്നുണ്ടെങ്കിൽ ഒരു ഗെയിമിൻ്റെ പേരെഴുതാം, എന്നിട്ട് കോമ ഇട്ടിട്ട് രണ്ടാമത്തെ ഗെയിമിൻ്റെ പേരെഴുതാം. ഓക്കെ, അപ്പോൾ ആദ്യം ഈ സെൻറ്റൻസ് എഴുതണം. എന്താണ് സെൻറ്റൻസ്? ദ പ്ലേയർ കിക്ക്ഡ് ദ ബോൾ ഇൻ ടു ദ നെറ്റ്. ദ പ്ലേയർ കിക്ക്ഡ് ദ ബോൾ ഇൻ ടു ദ നെറ്റ്. എന്നിട്ട് ഒരു ഡാഷ് ഇട്ടിട്ട് ഏതാണ് ആ ഗെയിം എന്ന് എഴുതുക. നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ഗെയിംസിൻ്റെ പേര് അറിയുമെങ്കിൽ കോമ ഇട്ടിട്ട് എഴുതുക. The player kicked the ball into the net. She accidentally kicked the chair. She accidentally kicked the chair. അവൾ അബദ്ധത്തിൽ കസേര കിക്ക് ചെയ്തു. അവൾ അബദ്ധത്തിൽ കസേര കിക്ക് ചെയ്തു. ഓക്കെ, ആക്സിഡൻ്റലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനഃപൂർവ്വം അല്ലാതെ ചെയ്യുന്നതാണ് ആക്സിഡൻ്റൽ. ഓക്കെ, ഷീ ആക്സിഡൻ്റലി കിക്ഡ് the chair. He has kicked the habit of biting his nails. ഇവിടെ കിക്ഡ് കൊണ്ട് ഉദ്ദേശിച്ചത് നിർത്തി എന്നാണ്, സ്റ്റോപ്പ് ചെയ്തു, ഉപേക്ഷിച്ചു, ഒഴിവാക്കി. നേരെ മറിച്ച് കിക്ക് ഓഫ് എന്ന് പറയും, അത് സ്റ്റാർട്ട് ചെയ്യുന്നതിനാണ്. കിക്ഡ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടഡ്. കിക്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ, ഹി ഹാസ് കിക്ഡ് ദ ഹാബിറ്റ് ഓഫ് ബൈറ്റിംഗ് ഹിസ് നെയിൽസ്. നഖം കടിക്കുന്ന ശീലം അവൻ ഉപേക്ഷിച്ചു. He has kicked the habit of biting his nails. നഖം കടിക്കുന്ന ശീലം അവൻ ഉപേക്ഷിച്ചു. ചവിട്ടി പുറത്താക്കി എന്നർത്ഥം. അവൻ നഖം കടിക്കുന്ന ശീലത്തെ അവൻ കിക്ക് ചെയ്ത് കളഞ്ഞു, അല്ലേ? നഖം കടിക്കുന്ന ശീലം അവൻ ഉപേക്ഷിച്ചു. He has kicked the habit of biting his nails. Okay? The team has kicked off the new season with a win. The team has kicked off the new season with a win. ഒരു വിജയത്തോടെ ടീം പുതിയ സീസണിന് തുടക്കം കുറിച്ചിരിക്കുന്നു. ഓക്കെ, ഹാസ് കിക്ഡ് V3 ആണ്. കിക്ക് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞു, സ്റ്റാർട്ട് ചെയ്യുക, കിക്ക് ഓഫ്. The team has kicked off the new season with a win.
The team has kicked off the new season with a win. The baby is kicking its legs playfully. The baby is kicking its legs playfully. ഇവിടെ കിക്കിംഗ് is kicking ചെയ്തുകൊണ്ടിരിക്കുന്നു. കിക്കിംഗ് കിക്ക് ചെയ്യുന്നു. is kicking ഇപ്പോഴാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് is kicking. was kicking ആണെങ്കിലോ കിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയും അല്ലേ. ഇത് പ്രസന്റ് കണ്ടിന്യൂസ്. is kicking, was kicking, past continuous. Okay. The baby is kicking its legs playfully. കുഞ്ഞ് കളിയിൽ കാലുകൾ കിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞ് കളിയിൽ കാലുകൾ കിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. The baby is kicking its legs playfully. ഇനി ടീച്ചറുടെ കൂടെ തന്നെ വായിക്കൂ. The team has kicked off the new season with a win. ടീച്ചർ 3 തവണ വായിക്കും. 3 തവണ ടീച്ചറുടെ ഒപ്പം തന്നെ വായിക്കണം. The team has kicked off the new season with a win. The team has kicked off the new season with a win. The team has kicked off the new season with a win. The baby is kicking its legs playfully. The baby is kicking its legs playfully. The baby is kicking its legs playfully. We enjoy kicking a ball around the park. We enjoy kicking a ball around the park. We enjoy kicking a ball around the park. ഓക്കെ. ഇനി എന്ത് ചെയ്യണം? അടുത്ത അറ്റൻഡൻസ് നമ്പർ ഇടുക, കുത്തിടുക, സ്പേസ് ഇടുക, പേരെഴുതുക. എന്നിട്ട് എന്ത് ചെയ്യണം? കിക്ക് എന്ന വാക്കിൻ്റെ കിക്ക്, കിക്ഡ്, കിക്ഡ്, കിക്കിംഗ്, കിക്സ്. കിക്സിൽ KICKS. ഓക്കെ. അങ്ങനെ എഴുതുക. ഓക്കെ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇന്ന് പഠിച്ച വാക്കുകൾ ഏതാണെന്ന് നോക്കാം. ബീറ്റ്, hit, kick. Beat, V1 form, base form, beat. V2 form, past form, beat. V3 form, past participle form, beaten. Beat, അടിക്കുക, beat, അടിച്ചു, beating, അടിക്കുന്നു. ഓക്കെ. ഇനി ഹിറ്റ്, ഇടിക്കുക. ഹിറ്റ്, ഇടിക്കുക. V1 form, base form, hit. V2 form, past form, hit. V3 form, past participle form, hit. അത് ഹിറ്റിംഗ് എന്നാകുമ്പോൾ ആ T എന്ന ആൽഫബറ്റ് ഡബിൾ ആവും. ഓക്കെ. ഡബിൾ ആവും. HITTING, hitting. ഓക്കെ. ഹിറ്റ്, 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 hitting. ഓക്കെ. ഇനി മൂന്നാമത്തേത് എന്തായിരുന്നു? കിക്ക്, തൊഴിക്കുക. കാലുകൊണ്ട് അടിക്കുന്നതിനെയാണ് ഈ തൊഴിക്കുക, കിക്ക് എന്ന് പറയുന്നത്. കിക്ക്, V1 ഫോം, ബേസ് ഫോം, കിക്ക്. V2 ഫോം, പാസ്റ്റ് ഫോം, കിക്ഡ്. V3 ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം, കിക്ഡ്. ING വരുന്ന സമയത്ത് ജസ്റ്റ് ING ചേർത്തെഴുതാനേ ഉള്ളൂ. കിക്ക്, കിക്ഡ്, കിക്കിംഗ്. കിക്ക്, കിക്ക്, kicking. Kick, kicked, kicking. ഓക്കെ. അപ്പോൾ ഇപ്പോഴെന്ത് ചെയ്യണം? അടുത്ത അറ്റൻഡൻസ് ബീറ്റ്, ബീറ്റ്, ബീറ്റൻ, ബീറ്റിംഗ്, ബീറ്റ്സ്. ഹിറ്റ്, 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 ഹിറ്റിംഗ്, ഹിറ്റ്സ്. കിക്ക്, കിക്ഡ്, കിക്ഡ്, കിക്കിംഗ്, കിക്സ്. ഇങ്ങനെ എഴുതുക. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതുവരെ പഠിച്ചതൊക്കെ ഒന്ന് പടയായിട്ട് നമുക്ക് സ്പീഡിൽ പറയണം. എല്ലാവരും റെഡി ആയിക്കോളൂ. ടീച്ചർ റെഡിയായി. ഓക്കെ. നമുക്ക് തുടങ്ങാം. ഓക്കെ. നമുക്ക് V1, V2, V3, ING, S. ഓക്കെ. കണ്ടിന്യൂസ് ആയിട്ട് ടീച്ചറുടെ കൂടെ തന്നെ നമുക്ക് നോക്കാം. റെഡി? 1, 2, 3, സ്റ്റാർട്ട്. റൺ, ran, run, running, runs. Jump, jumped, jumped, jumping, jumps. Eat,
ate, eaten, eating, eats. Brush, brushed, brushed, brushing, brushes. Read, 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 reading, reads. Drink, drank, drunk, drinking, drinks. Wash, washed, washed, washing, washes. Play, played, played, playing, plays. Sit, sat, sat, sitting, sits. Walk, walked, walked, walking, walks. Go, went, gone, going, goes. Come, came, come, coming, comes. Climb, climbed, climbed, climbing, climbs. Fly, flew, flown, flying, flies. Swim, swam, swum, swimming, swims. Tear, tore, torn, tearing, tears. Cook, cooked, cooked, cooking, cooks. Cut, 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 cutting, cuts. Write, wrote, written, writing, writes. Learn, learnt, learnt, learning, learns. Stand, stood, stood, standing, stands. Sleep, slept, slept, sleeping, sleeps. Dance, danced, danced, dancing, dances. Sing, sang, sung, singing, sings. Pray, prayed, prayed, praying, prays. Draw, drew, drawn, drawing, draws. Wear, wore, worn, wearing, wears. Put, 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 putting, puts. Take, took, taken, taking, takes. See, saw, seen, seeing, sees. Watch, watched, watched, watching, watches. Grow, grew, grown, growing, grows. Comb, combed, combed, combing, combs. Beat, beat, beaten, beating, beats. Hit, 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 hitting, hits. Kick, kicked, 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 kicking, kicks. ടീച്ചർ ഒരു കിക്ക് എക്സ്ട്രാ പറഞ്ഞു പോയി അല്ലേ, സാരല്ലേ പോട്ടെ. ഓക്കെ, അപ്പോൾ ഇന്നെടുത്തത് പെട്ടെന്ന് കൺഫ്യൂഷൻ ആയി അല്ലേ, ആ സ്ക്രീനിൽ അത് കാണാത്തപ്പോൾ. സാരില്ല, ടീച്ചർ വെറുതെ ഒന്ന് പണി തന്നതാ. ഓക്കെ അല്ലേ? അപ്പോൾ ഇപ്പോഴും നിങ്ങൾക്കുള്ള ഫൈനൽ അറ്റൻഡൻസ് ആണ്, ലാസ്റ്റ് അറ്റൻഡൻസ്. ആ ലാസ്റ്റ് അറ്റൻഡൻസിൽ ഒരു കാര്യം എഴുതണം. ഇന്ന് പഠിപ്പിച്ച വാക്കുകൾ ഉൾപ്പെടെ നിങ്ങൾ ഇതുവരെ ഇഷ്ടമാണെന്ന് പറയാത്ത വാക്കേത് അത് ടൈപ്പ് ചെയ്യുക. ജസ്റ്റ് V1 ഫോം മാത്രം ടൈപ്പ് ചെയ്താൽ മതി. ഓക്കെ, ഫൈനൽ അറ്റൻഡൻസും കൂടി ആയില്ലേ? അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ലേണിംഗ്.